സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ലോട്ടറി. എന്നാൽ ലോട്ടറിയുടെ വരുമാന കണക്കുകൾ പുറത്തുവിടാതെ സർക്കാർ ഇപ്പോൾ കുറെ നാളുകളായി കളിക്കുകയാണ് എന്നാണ് വിവരം. കഴിഞ്ഞ 2 വർഷമായി ലോട്ടറിയുടെ വരുമാന കണക്കുകൾ പുറത്തുവിടാതിരിക്കുകയാണ് സർക്കാർ. അവസാനമായി 2021-22 വർഷത്തെ കണക്കുകൾ പുറത്തുവിട്ട ശേഷം ഇതുവരെ കൃത്യമായ വരുമാന കണക്കുകൾ ലോട്ടറി വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. ഇക്കാര്യം ലോട്ടറി വകുപ്പിന്റെ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാണ്. 2021-22 വരെയുള്ള കണക്കുകൾ അപ്ഡേറ്റ് ചെയ്ത സർക്കാർ കഴിഞ്ഞ 2 വർഷമായി ലോട്ടറി വരുമാനം മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തം. മദ്യവും ലോട്ടറിയും കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളായിരിക്കെ സർക്കാർ കണക്കുകൾ പുറത്തുവിടാതെ പൂഴ്ത്തിവെക്കുന്നത്. അതേസമയം ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം മൊത്തം റവന്യൂവിന്റെ 2% മാത്രമാണെന്ന് മുമ്പ് സർക്കാർ പറയുകയും ചെയ്യുന്നുണ്ട്. 2021-22 വർഷത്തെ വരുമാനം 4911 കോടിയായിരുന്നു. ഇതിലെ നികുതി ഒഴിച്ചുള്ള ലാഭം 472 കോടിയുമായിരുന്നു. എന്നാൽ കൊറോണയെ തുടർന്ന് വരുമാനത്തിൽ ഇക്കാലത്ത് ഇടിവുണ്ടായിരുന്നു. ശേഷമുള്ള ലോട്ടറി വരുമാനത്തെ സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിടാത്തതാണ് സംശയത്തിന് ഇട നൽകുന്നത്. 1967 ലോട്ടറി ആരംഭിച്ചപ്പോൾ മുതലുള്ള കണക്കുകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതുപ്രകാരം 1967-68 20 ലക്ഷം രൂപ മൊത്തം വരുമാനവും 14 ലക്ഷം രൂപ ലാഭവുമായിരുന്നു. പിന്നീട് 1977-78 മൊത്ത വരുമാനം 2.75 കോടിയിലേക്ക് ഉയർന്നു. 2000 ആകുമ്പോഴേക്കും 100 കോടിയും 2011 ആകുമ്പോഴേക്കും 1000 കോടിയും കവിഞ്ഞിരുന്നു. 2019-2020 മൊത്ത വരുമാനം 10,000 കോടിക്ക് അടുത്തെത്തിയിരുന്നു. എന്നാൽ അടുത്ത വർഷം കൊറോണ നിയന്ത്രണങ്ങളെ തുടർന്ന് വരുമാനം കുറയുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് വരുമാനത്തിൽ വർധന ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ കണക്കുകൾ പുറത്തുവിടാത്തതിൽ ഇക്കാര്യവും വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ലോട്ടറിയുടെ കണക്കുകൾ പുറത്തുവിടാത്തത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയുമില്ല.